of God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. പ്രിയരെ, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എറണാകുളം പ്രാർത്ഥനാലയം ഹോസ്പിറ്റൽ സെന്ററിൽ വെച്ച് നടന്ന സ്പിരിച്വൽ ബൈബിൾ കോൺഫറൻസിലെ മറയപ്പെട്ട ദിവ്യരായത്തിലെ സ്നേഹത്തിന്റെ പരീക്ഷ എന്ന ഈ സന്ദേശത്തിലൂടെ എന്താണ് ഇടുക്കുവാതിലെന്നും ജീവങ്കിലേക്ക് പോകുന്ന വഴി എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ ദൈവരായത്തിൽ കിടക്കുന്നത്. അനുഗ്രഹീതമായ ഈ സന്ദേശം കേട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാം. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടത് പർപ്പസ് ഓഫ്, അതായത് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശമാണ് നിങ്ങൾ കേട്ടത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോണത് പർപ്പസ് ഓഫ് മിറക്കിൾസ്. ഹല്ലേലൂയ. തെറ്റിപ്പോകരുത്. എല്ലാത്തിനും അതിന്റെ സ്ഥാനങ്ങളുണ്ട്. രക്ഷയ്ക്ക് അതിന്റെ സ്ഥാനമുണ്ട്, മിറക്കിൾസിന് അതിന്റെ സ്ഥാനമുണ്ട്, ന്യായപ്രമാണത്തിന് അതിന്റെ സ്ഥാനമുണ്ട്. യേശുവിന്റെ പ്രൊഡക്റ്റ് എന്തുവാ? പിതാവ് ആർക്ക് ചെവി കൊടുക്കാനാ പറഞ്ഞേ? യേശുവിന് ചെവി കൊടുക്കുക. യേശു എന്താ പറയുന്നേ? എന്റെ പിതാവിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനസ്സാന്തരപ്പെടുവേ. ഇനി ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു സംഭവം കർത്താവ് ഇതുമായിട്ട് ക്രമപ്പെടുത്തി. പലപ്പോഴും പല സംഭവങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന ദൈവമേ ഇതിനു വേണ്ടിയായിരുന്നു അങ്ങ് ഇതൊക്കെ ചെയ്തതെന്ന്. പ്രിയരെ, കൃപയാല് നിങ്ങൾക്കറിയാം, ഞാൻ പ്രസംഗിച്ച കർത്താവിനിലൂടെ പ്രസംഗിച്ച 10 DVD പുസ്തകമായി മാറിയതാണിത്. ഇത് ചില മഹാരാഷ്ട്രയിലുള്ള ചില സഹോദരങ്ങളാണ്, ചില ദേവദാസന്മാരാണ് ഇത് പെൻ ഡൗൺ ചെയ്തത്. ഞാൻ കറക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്ത സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ദേവദാസന്മാർ എന്നോട് പറഞ്ഞു, ഇത് വളരെ നല്ല പുസ്തകമാ, ഇതൊക്കെ ബൈബിൾ കോളേജിലൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും, അവരൊക്കെ ആർത്തിയോടെ ഇത് വാങ്ങിക്കും. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും പറഞ്ഞ് ഒരു ദൈവദാസൻ, ഞാനും എൻ്റെ അമ്മയും ഞങ്ങളെ കൂടി ദൈവമക്കളുടെ നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ആമേൻ. കാരണം എന്തിനാണെന്നറിയാമോ? സഭയ്ക്ക് ദൈവം കൊടുത്ത ഈ ബുക്ക് കൊണ്ട് കൊടുക്കാൻ. ആമേൻ. ഞങ്ങൾ അവിടെ ചെന്നു. എൻ്റെ അമ്മ വണ്ടിയിലിരുന്നു, ഞാനും ആ ദേവദാസനും കൂടെ ആ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബൈബിൾ കോളേജിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. ഈ ബുക്കും കൊണ്ട് കടന്നു ചെന്നിട്ട് അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ 2-3 പ്രായമായ ദൈവദാസന്മാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഉടനെ തന്നെ എൻ്റെ കൂടെ വന്ന ആ ദൈവദാസന് ഈ ബുക്ക് അവർക്ക് കൊടുത്തു. ഇത് വളരെ നല്ല ബുക്കാണ്, ഇതിവിടെ ലൈബ്രറിയിൽ വെക്കണം, ഇവിടെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നത് എന്നെല്ലാം പറഞ്ഞു. അവര് ബുക്കിലേക്ക് നോക്കി, ശേഷം എന്നെ നോക്കി, നിങ്ങളാണല്ലേ? പിന്നെ അവർ പറഞ്ഞൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അവരൊരു ബുക്കും വാങ്ങിച്ചില്ല. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോ എന്റെ കൂടെ വന്ന ദൈവദാസൻ പറഞ്ഞു, എന്നാലും അവര് നമ്മളെ ഊരി വിട്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ ബുക്കിലെ സന്ദേശം അവർ വായിച്ചിട്ടല്ല എന്തെങ്കിലും പറഞ്ഞേ. കാരണം ഈ ബുക്കിൽ കാണുന്ന വ്യക്തിയെ, ഈ ഷാജി ജോസഫിനെ ഇവർക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. ആരായി ഷാജി ജോസഫ്? ഷാജി ജോസഫിൽ അവർക്ക് ഒരു വിശ്വാസവുമില്ല.
പിന്നെ എങ്ങനെ ഷാജി ജോസഫിന്റെ പ്രൊഡക്റ്റ് ആത്മലോകവും ആത്മീയ വളർച്ചയും അവർ വാങ്ങിക്കും? മനസ്സിലായോ? ഷാജി ജോസഫ് എന്തും പറഞ്ഞോണ്ട് അവിടെ ചെന്നേ, ആത്മലോകവും ആത്മീയ വളർച്ചയും സമീപിച്ചിരിക്കുന്നു, പൈസ തന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ആമേൻ. ഷാജി ജോസഫിന്റെ പ്രൊഡക്റ്റ് എന്തുവാ? ആത്മലോകവും ആത്മീയ വളർച്ചയും. ഹല്ലേലൂയ. പൈസ തന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അവരൊന്നും വാങ്ങിച്ചില്ല. കാരണം എന്താ? ഈ ആത്മലോകം ആത്മീയ വളർച്ചയിലുള്ള പുസ്തകത്തിലെ സന്ദേശത്തിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. കാരണം ഷാജി ജോസഫിൽ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ഷാജി ജോസഫിന്റെ പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചില്ല. മനസ്സിലായോ? ഇത് ഷാജി ജോസഫിന്റെ കാര്യമാണ്. പക്ഷെ യേശുക്രിസ്തു വന്നത് ആത്മലോകവും ആത്മീയ വളർച്ചയും സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ക്യാഷ് തന്നാൽ വാങ്ങിക്കാമെന്നല്ല പറഞ്ഞത്. പകരം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിനക്ക് മാനസാന്തരപ്പെട്ടാൽ നിനക്ക് അകത്ത് കയറാം. മനസ്സിലായോ? യേശുവിന്റെ പ്രൊഡക്റ്റാ ദൈവരാജ്യം. ആമേൻ. പക്ഷെ ജനം വാങ്ങിക്കാൻ തയ്യാറല്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ പുസ്തകത്തിലെ മെസ്സേജ് അല്ല ആ ബൈബിൾ കോളേജിലെ സാറന്മാരെ വിലക്കിയത്. കാരണം അവർക്ക് ഷാജി ജോസഫിനെ അറിയത്തില്ല, ഷാജി ജോസഫിന് ഒരു വിശ്വാസവും ഇല്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവാൻ യേശു പറഞ്ഞിട്ട് ജനം മാനസാന്തരപ്പെടാഞ്ഞതിന്റെ കാരണം യേശുവിൽ അവർക്ക് വിശ്വാസമില്ല. കാരണം യേശു ആരാന്ന് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? യേശു ആരാന്ന് അറിഞ്ഞുകൂടാ, യേശുവിൽ അവർക്ക് വിശ്വാസമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇനി അടുത്തത് യേശു എന്ത് വേണം? തന്നെ വിശ്വസിക്കുവാനുള്ള ക്രമീകരണം ഉണ്ടാക്കണം. എന്റെ പുസ്തകം അവർ വാങ്ങിച്ചില്ല, ഞാൻ അതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു എത്യോപ്യൻ പാസ്റ്റർ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു വഴിയുണ്ടോ? എന്താണ് വഴി? അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം നിങ്ങളൊരു കാര്യം ചെയ്യണം, ജനം മാനിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അവരുടെ കൈ കൊണ്ട് കൊടുക്കണം, അവരെ കൊണ്ടൊന്ന് വായിപ്പിക്കണം, എന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കും, എന്നിട്ട് ആ അഭിപ്രായം അടുത്ത പുസ്തകത്തിൽ പ്രിന്റ് ചെയ്യണം. ഈ പുസ്തകം ഞാൻ നേരെ അഭിഷിക്ത കർത്തദാസൻ പാസ്റ്റർ KC ജോണിന്റെ കയ്യിൽ കൊടുത്തു, ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ JC ദേവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു, അതോടൊപ്പം തന്നെ പല ദൈവദാസന്മാരെ കൊണ്ട് കൊടുത്തു. അവരിത് വായിച്ചു, അഭിപ്രായം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവരുടെ അഭിപ്രായം ഈ പുസ്തകത്തിൽ അകത്തും പുറത്തും പ്രിന്റ് ചെയ്തു. ആമേൻ. ഒരാൾ പറഞ്ഞു ഇതൊരു നിധിയാണ്. ആമേൻ. ഒരാൾ പറഞ്ഞു ഇത് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വായിക്കേണ്ട പുസ്തകമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞു ഇത് സകല ദൈവദാസന്മാരും നിർബന്ധമായി ഇത് വായിച്ചിരിക്കണം, എല്ലാ വേദപഠന വിദ്യാർത്ഥികളും നിർബന്ധമായി ഇത് വായിച്ചിരിക്കണം. ഹല്ലേലൂയ. ചില പ്രവചനങ്ങളും ഇത് അനേക ഭാഷയിലേക്ക് പ്രിന്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ആമേൻ. ആ പ്രവചനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ഫോട്ടോ സഹിതം ഇത് പ്രിന്റ് ചെയ്തു, ഇത് മാർക്കറ്റിലോട്ട് ഇറക്കി. എന്നെ വിശ്വാസമില്ലാത്ത വ്യക്തികൾക്ക് ഈ ജനത്തിൽ പ്രധാനികളായ ദൈവദാസന്മാരുടെ വാക്ക് വിശ്വാസമായി. ആ ദൈവദാസന്മാരുടെ വാക്ക് മുഖേന ഇവർ ഷാജി ജോസഫിനെ വിശ്വസിച്ചു, അവർ ഈ പുസ്തകം വാങ്ങി. ആമേൻ. ഞാൻ മനസ്സിലാക്കിയത് ഏത് കോളേജാണോ ഇതിനെ റിജക്ട് ചെയ്തത്, ആ കോളേജിന്റെ ബുക്ക് ഷോപ്പിലാണ് ഇന്ന് ഈ പുസ്തകം ഏറ്റവും അധികം വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ ഷാജി ജോസഫിന്റെ പ്രൊഡക്റ്റായ ദൈവ ആത്മലോകവും ആത്മീയ വളർച്ചയും എന്ന ഈ പുസ്തകം വാങ്ങിക്കാൻ ഇടയായെങ്കിൽ യേശുവിന്റെ പ്രൊഡക്റ്റാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുവേ. എന്റെ പ്രൊഡക്റ്റ് എന്തുവാ? ആത്മലോകവും ആത്മീയ വളർച്ചയും സമീപിച്ചിരിക്കുന്നു, ക്യാഷ് തന്നാൽ ഇത് വാങ്ങാം. ആമേൻ. ഇനി യേശുവിന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇനിയിപ്പോ അന്നത്തെ ഏതെങ്കിലും ദൈവദാസന്മാരെ അടുത്തുകൊണ്ട് എഴുതാൻ പറ്റുമോ? അതിനുകൊണ്ട് പിതാവ് തന്നെ ഒരു പരിപാടി കൊടുത്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന് സാക്ഷ്യം.
Glory to God. Amen. എന്തിനാ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും? ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രിയ കുഞ്ഞേ, അതങ്ങ് ആത്മീയത്തിന്റെ ഉന്നതത്തിൽ എത്തിക്കാൻ വേണ്ടിയല്ല. പകരം ദൈവത്തിന്റെ വചനം പറയുക, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനാണെന്നറിയാമോ? ഇതിലും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയെങ്കിലും ഈ പുസ്തകത്തിൽ എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമായി ഇത് എഴുതിയത്. അല്ലാതെ അതിന്റെ പുറകെ ഓടാനല്ല, നീ യേശുവിന്റെ പുറകെ പോകാനാ, ദൈവരാജ്യത്തിലെത്തുവാനാ. മനസ്സിലായോ? The purpose of miracles. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 30 മുതൽ വായിച്ചുള്ളത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. എന്നാൽ ഇത്രയൊക്കെ തന്നെ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമുള്ളൂ. ദ പർപ്പസ് ഓഫ് മിറക്കിൾ. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? പർപ്പസ് ഓഫ് മിറക്കിൾസ്. പർപ്പസ് ഓഫ് മിറക്കിൾ മനസ്സിലായോ? മിറക്കിളിൽ നിൽക്കാൻ വേണ്ടിയല്ല, അത്ഭുതങ്ങളിൽ നിൽക്കാൻ വേണ്ടിയല്ല. അത്ഭുതത്തിലൂടെ കുഞ്ഞെ നീ യേശുവിന് വ്യക്തമായി രുചിച്ചറിഞ്ഞ് യേശു തരുന്ന ആ നിത്യ ജീവനിലേക്ക് നീ യാത്രയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല അവിടെ പോയി നിൽക്കുവാനല്ല. അവിടെ പോയി നിൽക്കുന്നവൻ കുരുടൻ. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ദൈവദാസന്മാർ ഇതിന്റെ പുറകിൽ എഴുതിയതിന്റെ ഉദ്ദേശം എന്താ? അത് നമ്മൾ വെച്ചതിന്റെ ഉദ്ദേശം എന്താ? ഈ ദൈവദാസന്മാരെ സാക്ഷ്യം വായിച്ചുകൊണ്ടിരിക്കാനാണോ ദിവസവും? ഈ ദൈവദാസന്മാരുടെ സാക്ഷ്യം വായിച്ചുകൊണ്ടിരിക്കാനല്ല. മനസ്സിലാവുന്നുണ്ടോ? പകരം ഈ ദൈവദാസന്മാർ ആരെയാ പരിചയപ്പെടുത്തുന്നേ? എന്നെ പരിചയപ്പെടുത്തുന്നു. ഇതിന്റെ അകത്തെ മെസ്സേജ് നമുക്ക് അനുഗ്രഹമാണെന്ന് പരിചയപ്പെടുത്തുന്നു. മനസ്സിലായോ? അതും വായിച്ചുകൊണ്ടിരിക്കാനല്ല, അവരെല്ലാം ഇതിന്റെ അകത്തെ മെസ്സേജിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അകത്തെ മെസ്സേജിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് എന്ന് അത്ഭുതം കണ്ടുകൊണ്ടിരിക്കാനല്ല, അത്ഭുതത്തിലൂടെ യേശുവിൽ വിശ്വസിച്ച് യേശു പറഞ്ഞ മെസ്സേജിലൂടെ കടന്ന് നിനക്ക് നിത്യജീവൻ പ്രാപിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ദൈവം വചനം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. ഹല്ലേലൂയ. അതിൽ നിൽക്കുകയല്ല വേണ്ടത്. അത് എന്തിനാണെന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, അതിലൂടെ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിലും വിശ്വസിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് വിഷൻ ക്ലിയർ ആവുന്നുണ്ടോ? വിഷൻ ക്ലിയർ ആവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ന്യായപ്രമാണത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ കണ്ട ആ പ്രധാന ദർശനം, യേശുവിന്റെ ആ രൂപം, അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് രണ്ട് മിനിസ്ട്രിയാണ്. ഇന്ന് ആദ്യമായിട്ട് വന്നിട്ട് എത്ര പേരുണ്ട്? ഗ്ലോറി. നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ശ്രദ്ധിച്ചേ, ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ രത്നചുരുക്കം. യേശുക്രിസ്തുവിന്റെ രൂപം, 2 കൈ ലോകത്തിലോട്ട് നീട്ടി നിൽക്കുന്ന യേശുവിനെ അല്ല എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചത്. 1 കൈ ലോകത്തിലോട്ടും 1 കൈ മറ്റൊരിടത്തേക്ക് നീട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം സർവ ദൈവദാസന്മാരും എല്ലാവരും ഇന്ന് കാണിച്ചു കൊടുക്കുന്ന വ്യക്തി ആരാ? യേശുക്രിസ്തു. ആ മിനിസ്ട്രിയുടെ പേരാണ് യേശുവിലേക്കുള്ള മിനിസ്ട്രി. വെൽക്കം മിനിസ്ട്രി ഇൻ ടു ദ കിങ്ഡം. യേശുവിലേക്കുള്ള മിനിസ്ട്രി. എന്നാൽ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു യേശു ആരെ കാണിച്ചു കൊടുക്കുന്നത്? യേശു തന്റെ പിതാവിന്റെ രാജ്യം അന്വേഷിക്കാൻ തന്റെ പിതാവിനെ കാണിച്ചു കൊടുക്കുന്നത്. ആമേൻ. ഇത് രണ്ട് മിനിസ്ട്രിയാ. ഇത് യേശുവിന്റെ മിനിസ്ട്രി. ലോകത്തിൽ നിന്ന്
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിലേക്ക്, യേശുവിനെ അറിയാത്ത ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. അതിനാണ് നാം ലോകത്തിലേക്ക് കടന്നു പോകുന്നത്. ആമേൻ. പക്ഷെ യേശുവിലേക്ക് ഒരുത്തൻ വന്നാൽ, യേശുവിനെ സ്വീകരിച്ച് വന്നാൽ, പിന്നെ അവന്റെ അടുക്കിലേക്ക് യേശുവിലേക്കല്ല, അവൻ യേശുവിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവന് പിന്നെ യേശുവിന്റെ മിനിസ്ട്രിയാണ് ആവശ്യം. യേശുവിന്റെ മിനിസ്ട്രി. യേശുവിന്റെ മിനിസ്ട്രി എന്താ? ആ ലോകത്തെ പിതാവിനെ അറിഞ്ഞുകൂടാ. ഈ ലോകത്തിന് പിതാവിനെ അറിഞ്ഞുകൂടാ. ഈ പിതാവിനെ അറിയാത്ത ഈ ലോകത്തിന് പിതാവിനെ വെളിപ്പെടുത്തുക, ജനത്തെ പിതാവിലേക്ക് നടത്തുക. ആദ്യം എന്റെ പിതാവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ആമേൻ. ഞാൻ വഴിയാ. എങ്ങോട്ട്? എന്റെ പിതാവിലേക്കുള്ള വഴിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. യേശുവിന്റെ മിനിസ്ട്രി. ഹല്ലേലൂയ. യേശുവിന്റെ മിനിസ്ട്രി തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക്, പിതാവിലേക്ക് ജനത്തെ കൊണ്ടുവരിക. എന്നാൽ ഇന്ന് യേശുവിലേക്കുള്ള മിനിസ്ട്രി ചെയ്യുവാൻ ആളുകൾ ധാരാളം. ആമേൻ. യേശുവിന്റെ മിനിസ്ട്രി ചെയ്യുവാൻ ഇല്ല, ചുരുക്കം ചിലരുണ്ടെങ്കിലും. ഹല്ലേലൂയ. യേശുവിലേക്കുള്ള മിനിസ്ട്രി ഒരുവനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നു. യേശുവിന്റെ മിനിസ്ട്രി ഒരുവനെ സ്വർഗ്ഗരാജ്യം അവകാശമാക്കിക്കുന്നു. ഗ്ലോറി. രണ്ട് മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. രക്ഷ നമുക്ക് സൗജന്യമാണ്, ദാനമാണ്. പക്ഷെ അതിന് വിലയുണ്ട്. വില യേശു കൊടുത്തു കഴിഞ്ഞു, കാൽവരി ക്രൂശ്. എന്നാൽ ദൈവരാജ്യം സൗജന്യമല്ല, അതിന് വില കൊടുക്കണം. നാം വില കൊടുക്കണം. ഫ്രീ ആണ് എന്ന് പറയുന്ന ഈ ലോകത്തിൽ പ്രിയരെ, നാം ഇന്നലെ കേട്ടു യേശു വില ചോദിക്കുന്നു. രക്ഷയ്ക്കുള്ള വില യേശു കൊടുത്തു കഴിഞ്ഞു കാൽവരി ക്രൂശിൽ. എന്നാൽ കുഞ്ഞേ, നിന്റെ ജീവൻ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ഒരു വില യേശു ചോദിക്കുന്നു. നീ എന്ത് വില തരും നിന്റെ സോളിനായി? എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? മത്തായി 16:26-25 വാക്യായി പറയണേ, വിലയില്ല ഫ്രീ ആണെന്ന് പറയുന്ന ഈ ലോകത്തിൽ ആമേൻ, യേശു വില ചോദിക്കുക. നീ നിന്റെ ജീവന് പകരം നിന്റെ ജീവനെ നേടാൻ എന്ത് വില കൊടുക്കും? യേശു ചോദിക്കുക, എന്ത് വില കൊടുക്കും? അതിന് 26-ാം വാക്യത്തിൽ എന്ത് വില കൊടുക്കും? ഹല്ലേലൂയ. വില പറയാൻ ആൾക്ക് കഴിയാതെ ആയപ്പോൾ യേശു തന്നെ അതിന് 25-ാം വാക്യത്തിൽ വില പറയുക. നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. ആമേൻ. പക്ഷേ നീ നിന്റെ ജീവനെ എനിക്കായി തന്നാൽ നീ അതിനെ നേടും. ഹല്ലേലൂയ. ഇതാണ് വിലയില്ല എന്ന് പറയുന്ന നാട്ടിൽ യേശു വില ചോദിക്കുക. നിനക്ക് ജീവൻ വേണോ? നിന്റെ ജീവൻ ഇങ്ങതാ, ഞാൻ നേടിയ നിന്റെ ജീവൻ നിനക്ക് തരാം. ജീവന് പകരം ജീവൻ. ആമേൻ. ന്യായപ്രമാണം, ജീവന് പകരം ജീവൻ. നീ നിന്റെ ജീവൻ എനിക്കതാ, ഞാൻ നിന്റെ ജീവൻ തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ടോ? നിങ്ങൾക്ക് ഇനി ലോകത്തിൽ പോയ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം ഉണ്ടോ? അതോ പഴയ രീതിയിൽ അങ്ങ് പോവോ? ഹല്ലേലൂയ. പഴയ രീതിയിൽ പോയാൽ പ്രിയരെ, ദൈവം നിങ്ങളോട് ചോദിക്കും, നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാൽ. കാരണം തോമാച്ചനെയും തൊമ്മിച്ചനെയും പത്രോച്ചനെയും എനിക്ക് പേടിയാണ്. ഭീരുക്കൾ പുറത്ത്, ഔട്ട്. ഹല്ലേലൂയ. സത്യം പറഞ്ഞു ഒരു നിമിഷം നേരത്തെ ഈ പ്ലാനറ്റിൽ നിന്ന് പോകാമെങ്കിൽ പ്രിയരെ, അതല്ലേ ഭാഗ്യം. ഹല്ലേലൂയ. ഭയപ്പെട്ട് ഇവിടെ ജീവിച്ച് നിത്യനരകത്തിൽ നിത്യകാലം കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? ഹല്ലേലൂയ. സത്യം പറഞ്ഞു ഒരു നിമിഷം മുമ്പേ ഇവിടെ നിന്ന് കടന്നുപോയി ദൈവത്തോടൊപ്പം നിത്യവാസം ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് വില ചോദിച്ചെങ്കിൽ തുറന്നു പറ. വിലയില്ല ഫ്രീ ആന്ന് പറയുന്ന ലോകത്തെ തുറന്നു പറ. കർത്താവ് വില ചോദിക്കുന്നു, നിന്റെ ജീവനെ ഞാൻ തരാം. നീ നിന്റെ ജീവന് പകരം എന്ത് തരും? നീ നിന്റെ ജീവനെ ഇങ്ങവാ, ഞാൻ തേടിയ നിന്റെ ജീവനെ ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. നിത്യജീവൻ ദാനമാ. അതെ, ദാനമാ ഒരു ഭാഗം. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ ഒരുവനും പിതാവിലെത്താൻ പറ്റത്തില്ല. കാരണം യേശുവാണ് വഴി. മനസ്സിലായോ?
യേശുവാണ് അടിസ്ഥാനം. അത് ദാനമാ. അത് ഒരു പ്രധാന വ്യക്തിക്കും ഒരു മഹാനും തരാൻ പറ്റത്തില്ല. ആരും നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചില്ല, യേശു മാത്രമേ മരിച്ചുള്ളൂ. ആമേൻ. അത് ദാനമാ. ഹല്ലേലൂയ. രക്ഷാദാനമാ. പക്ഷെ ദൈവരാജ്യം ദാനമല്ല, നാം അവകാശമാക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് നിങ്ങൾ കാണും യേശു തരുന്നതാണ്, എന്നാൽ മറുഭാഗത്ത് നാം കണ്ടെത്തുന്നതാണ്. ഒരു ഭാഗത്ത് നിത്യജീവൻ ദാനമാ, മറുഭാഗത്ത് നമ്മുടെ വിധയുടെ റിസൾട്ടാ. പിടുത്തം കിട്ടിയില്ല. വായിച്ച് റോമൻസ് 6:23 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമാകും, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആമേൻ. ദൈവത്തിന്റെ കൃപാവരം നിത്യജീവൻ. പറഞ്ഞേ. അപ്പോ നിത്യജീവൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദാനമാ, അല്ലേ? ദൈവത്തിന്റെ ദാനമാ. ആമേൻ. നിത്യജീവൻ ദൈവത്തിന്റെ ദാനമാ. ദൈവം ദാനം തരികയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗം ഫ്രീയാ. നിത്യജീവൻ ദൈവം ദാനം തരികയാ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാനൊരു 1000 നോട്ട് നിങ്ങൾക്ക് തരാം. നല്ല പുതുപുത്തൻ 1000 നോട്ട്. ഗാന്ധിജി നടന്നു വരുന്നു. ഒരു സൈഡില് നിങ്ങൾ അത് കണ്ടൊക്കെ മേടിച്ചു. താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞ് മേടിച്ചു. പോക്കറ്റിൽ ഇടാൻ നോക്കി ഒരു ഭാഗത്ത് വെള്ള കളർ, ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. അതിന് വാല്യൂ ഉണ്ടോ? അതിന് വാല്യൂ ഉണ്ടോ? അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. രണ്ട് സൈഡും പ്രിന്റ് ചെയ്താലേ വാല്യൂ ഉള്ളൂ. ഗ്ലോറി. ആമേൻ. ഒരു ഭാഗത്ത് നിത്യജീവൻ ദാനമാണ്. ആമേൻ. ഫ്രീയാ. കാരണം യേശു വില കൊടുത്തു, അത് ദാനമായിട്ട് നമുക്ക് തന്നു. മറുഭാഗത്ത് നിത്യജീവൻ ദാനമല്ല, നാം വിതയ്ക്കുന്നതിന്റെ റിസൾട്ടാ. ഗലാത്യ ലേഖനം 6:7-8. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഗ്ലോറി. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടരുത്. ആദ്യം തന്നെ പറയണം, വഞ്ചിക്കപ്പെടരുത്. ആമേൻ. വഞ്ചിക്കപ്പെടരുത്. പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് വഞ്ചിക്കപ്പെടരുതെന്ന് പറഞ്ഞു. ബൈബിള് പറയുന്നത് വഞ്ചിക്കപ്പെടരുതെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുക? വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഗ്ലോറി. താഴേക്ക് പറയുക, കുഞ്ഞെ, നിന്റെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നീ വിതച്ചതിന്റെ റിസൾട്ടാണ്. മനസ്സിലായോ? നിന്റെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നീ വിതയ്ക്കുന്നതിന്റെ റിസൾട്ടാണ് നിത്യജീവൻ. ഒരു ഭാഗത്ത് ദൈവം ദാനമാ തരുന്നേ. ആമേൻ. അത് നമുക്ക് ആ ഭാഗത്ത് വില കൊടുക്കാൻ ഒരുത്തനും പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. കരുതില്ലേ? ഒരുത്തൻ മരിച്ചു കിടന്നില്ലേ? പഴയ നിയമകാലത്ത് എന്തേ കിങ്ഡം പ്രസംഗിക്കാത്തെ? ആരെങ്കിലും ഒരാൾ പറയാം. പഴയ നിയമകാലത്ത് എന്താ കിങ്ഡം പ്രസംഗിക്കാന്? ചത്തതിന് എന്തിനാ വീട്? ശരിയല്ലേ? ചത്ത മത്സ്യത്തിന് എന്തിനാ സമുദ്രം? ശരിയാണോ? ചത്ത മത്സ്യത്തിന് സമുദ്രം വേണോ? ഇല്ല. ചത്ത മത്സ്യത്തിന് ആദ്യം എന്താ വേണ്ടേ? ജീവൻ. വെള്ളം കിട്ടിയിട്ട് കാര്യമുണ്ടോ ചത്ത മത്സ്യത്തിന്? ഹല്ലേലൂയ. ചത്ത മത്സ്യത്തിന് ആദ്യം വേണ്ടത് കടലല്ല, വെള്ളമല്ല. ചത്ത മത്സ്യത്തിന് ആദ്യം വേണ്ടത് ജീവൻ. ആമേൻ. ഹല്ലേലൂയ. ആദത്തിന്റെ പാപം നിമിത്തം മരിച്ച ഈ വ്യക്തിക്ക് ആദ്യം വേണ്ടത് ജീവനാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഞാൻ നിനക്ക് ജീവൻ തരാൻ വരുന്നു. ആമേൻ. അടുത്ത സ്റ്റെപ്പാ സമൃദ്ധമായ ജീവൻ. എല്ലാ 2 സ്റ്റെപ്പിലാണ് നിങ്ങൾ കാണത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും ഇത് സമൃദ്ധമായി തരുവാനും വന്നിരിക്കുന്നു. 2 സ്റ്റെപ്പിലേ പറയത്തുള്ളൂ. എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ പറയത്തില്ല. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമല്ല, നിങ്ങൾ എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്ത സ്റ്റെപ്പ്, ആമേൻ, നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കും, എന്നാൽ അതിന്റെ സോളിന് ആശ്വാസം ഉണ്ടാകും. അടുത്ത സ്റ്റെപ്പ്. ഗ്ലോറി. ഹല്ലേലൂയ. എല്ലാ 2 സ്റ്റെപ്പിലെ കർത്താവ് പറയത്തുള്ളൂ. ആമേൻ. നിത്യജീവൻ ഇപ്പൊ 2 സ്റ്റെപ്പിൽ പറഞ്ഞ കേട്ടോ. 1, നിത്യജീവൻ ദാനമാണ്. 2, കുഞ്ഞേ, നീ വിതയ്ക്കുന്നതിന്റെ റിസൾട്ടാ. ജഡത്തിൽ വിതച്ചാൽ നീ ജഡത്തിൽ നാശം കൊയ്യും. ആര്? ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർ, ബോൺ അഗൈൻ ചിൽഡ്രൻ, ആരാധിക്കുന്നവർ. ഹല്ലേലൂയ. ഗ്ലോറി. നീ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. പക്ഷെ നീ ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ നിത്യജീവൻ എന്ന് പറഞ്ഞ എന്തുവാ സഹോദരങ്ങളെ?
കൊയ്യുന്നതാ. പറഞ്ഞ നിത്യജീവൻ കൊയ്യുന്നതാ. നിത്യജീവൻ കൊയ്യുന്നതാ. ആര് വിതച്ചതിന്റെ? യേശു വിതച്ചതാ. നാം വിതച്ചതിന്റെ ഒരു കൊയ്ത്താ നിത്യജീവൻ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പറ്റാത്ത പാർട്ട് ആര് ചെയ്തു തന്നു? യേശു വിതച്ച് കൊയ്തു തന്നു. മനസ്സിലായോ? യേശു വിതച്ച് കൊയ്തു തന്നു. മക്കളെ, ഇനി നിങ്ങൾ വിതച്ച് നിങ്ങൾ കൊയ്തെടുക്ക. ഞാൻ നിങ്ങൾക്ക് ജീവനെ തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ കൊയ്തെടുക്ക. ഇനി ഞാൻ എന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ആത്മാവിലാക്കി തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണോ? ലോകത്തുള്ള ന്യായപ്രമാണമല്ല, അകത്തുള്ള ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എങ്കിൽ നിങ്ങൾ നിത്യജീവനെ കൊയ്യും. മനസ്സിലായോ? ബൈ ദ CD, ബൈ ദ DVD. മനസ്സിലാക്കുക. again and again and again. ഹല്ലേലൂയ. പറഞ്ഞേ, വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. ബ്രദർ, യേശു എല്ലാം ചെയ്തു ബ്രദർ. എവറിത്തിങ് ഫ്രീ ബ്രദർ. കൃപായുഗം അല്ലയോ ബ്രദർ, കൃപായുഗം. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടരുത്. നിത്യജീവൻ കുഞ്ഞേ, വിതയ്ക്കുന്നതിന്റെ റിസൾട്ടാ നിത്യജീവൻ. എവിടെയാ ഇത് പറഞ്ഞിരിക്കുന്നത്? ഷാജി ബ്രദർ പറഞ്ഞു മിണ്ടിപ്പോകരുത്. ബൈബിൾ ഉണ്ടെങ്കിൽ മാത്രം മിണ്ടിയാൽ മതി. ബൈബിൾ ഉണ്ടോ? XYZ ഇന്റർനാഷണലിലെ ആളുകൾ അത് പറയുന്നില്ലെങ്കിൽ പറഞ്ഞോണ്ട് ഇതാ സർവശക്തനായ ദൈവം എഴുതി വെച്ചിരിക്കുന്നു. പിതാവ് എന്താ പറഞ്ഞേ? ഇവന് ചെവി കൊടുപ്പേ. ഹല്ലേലൂയ. അവിടെ ഇവിടെ അല്ല ചെവി കൊടുക്കണ്ടേ, ദൈവവചനത്തിന് ചെവി കൊടുക്കുക. കാരണം ദൈവവചനമാണ് സത്യം. ഹല്ലേലൂയ. ഗ്ലോറി. നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ഇനി പോയി പഠിച്ചോ? എല്ലാം ഈ രണ്ട് ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലോറി. ഒന്ന് യേശു തരുന്നു, ഒന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. ആമേൻ. യേശു തരുന്നു, ഒന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടരുത്. ഒന്നുകൂടി പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോട് പറ, വഞ്ചിക്കപ്പെടരുതെന്ന് പറ. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ഈ പടം നിങ്ങൾ മറക്കരുത്. ആമേൻ. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെക്ഷൻ കഴിഞ്ഞു. ആമേൻ. ഇനി നിങ്ങൾ പോവുകയാ. ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഒരു മാർഗവും ഇല്ല. ഗ്ലോറി. മാത്രമല്ല, നിങ്ങൾ ഈ ഇമെയിലിൽ ചോദിച്ചാൽ പോലും എനിക്ക് റിപ്ലൈ എഴുതാൻ പോലും ടൈമില്ല. ഗ്ലോറി. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കാണുക, കേൾക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വർഗത്തിലെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹീത പൈതൽ വഴി നമുക്കൊരു വെബ്സൈറ്റ് ദാനം പോലെ നമുക്ക് കർത്താവ് ഒരുക്കുവാനിടയായി. നിങ്ങൾ അത് കയറി കാണുക, കേൾക്കുക, വളരുക. അത് ഫ്രീയാ. ശ്രദ്ധിച്ചേ, ഞാനിപ്പോ പറഞ്ഞത് ഗാന്ധിജി ഒരു സൈഡിൽ 100 നോട്ടില് എന്നാൽ അതിന്റെ അടുത്ത സൈഡ് ഇങ്ങനത്തെ സൈഡാണെങ്കിൽ വല്ല വാല്യൂ ഉണ്ടോ? ഇല്ല. 2 സൈഡും വേണം, എന്നാലും അതിന് വാല്യൂ ഉള്ളൂ. ഒരു ഭാഗത്ത് സാൽവേഷൻ. ചത്തതിന് എന്ത് വേണം? ജീവൻ വേണം. ജീവൻ കിട്ടിയാൽ അടുത്തത് അവന് വീട് കൊടുക്കാം. ജീവൻ കിട്ടിയാൽ അടുത്തത് അവന് വീട് കൊടുക്കാം. ആമേൻ, ഗ്ലോറി. ഒരു ഭാഗത്ത് യേശു നമ്മളെ മരണമില്ലാത്തവരാക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും മരിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് യേശു നമ്മളെ മരണമില്ലാത്തവരാക്കുന്നു. വന്നാട്ടെ, അവരിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. മരിച്ചാലും ജീവിക്കും. മറുഭാഗത്തെ ഈ മരണമില്ലാത്തവന് പിതാവ് അവസാനമില്ലാത്ത രാജ്യം കൊടുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു ഭാഗത്ത് നമുക്ക് യേശു നമ്മളെ മരണമില്ലാത്തവരാക്കുന്നു. ഗ്ലോറി. മറുഭാഗത്ത് പിതാവ് അവൻ അവസാനമില്ലാത്ത രാജ്യം കൊടുക്കുന്നു. ചെറിയാട്ടുകൂട്ടമേ, ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ യേശു അല്ല, പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. യേശു എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് രക്ഷ തരും. ഞാൻ നേടിയ രക്ഷ ഞാൻ നിങ്ങൾക്ക് തരും. പിതാവ് നിങ്ങൾക്ക് രാജ്യം തരും. ആമേൻ, ഹല്ലേലൂയ. ഡെത്ത്ലെസ് മാൻ ആൻഡ് ഹിസ് എൻഡ്ലെസ് കിങ്ഡം. മരണമില്ലാത്ത മനുഷ്യനും അവന്റെ അവസാനമില്ലാത്ത രാജ്യവും. ഹല്ലേലൂയ, ഗ്ലോറി. നമുക്കിനി എന്താ വേണ്ടേ? നമുക്കിനി എന്താ വേണ്ടേ? നമ്മൾ ഈ കൂടിന് നമ്മൾ പറയുന്നില്ല, ഭക്ഷണം വേണം, പാർപ്പിടം വേണം. നമ്മൾ മരണമില്ലാത്തവരാ. ഇത് നമുക്ക് എന്നാ വേണം? ഇനി നമുക്ക് അവസാനമില്ലാത്തൊരു രാജ്യമാണോ തരാൻ പോണേ? ഹല്ലേലൂയ. അത് പിതാവ് തരാൻ പ്രസാദിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആമേൻ. രണ്ടും വേണം.
സാൽവേഷനിലൂടെ ജീവൻ വരുന്നു. കിങ്ഡം ഓഫ് ഗോഡ്, അവസാനമില്ലാത്ത രാജ്യം നമുക്ക് ലഭിക്കപ്പെടുവാൻ ഇടയാകുന്നു. ആമേൻ. ആ രണ്ട് കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സാൽവേഷൻ ആൻഡ് ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം. We no need to pay any price for salvation because Jesus is already paid. യേശു ക്രിസ്തു ഓൾറെഡി പേയ്മെന്റ് നടത്തി കഴിഞ്ഞു സാൽവേഷൻ. നമ്മൾ ഒരു പേയ്മെന്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ഫ്രീ. ആമേൻ. നിത്യജീവൻ ദാനം ആ പാർട്ടാണ്. എന്നാൽ സെക്കൻഡ്, ബട്ട് ദ കോസ്റ്റ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അവർ ലൈഫ്. ഇതാണ് ലോകത്തിന് അറിയാൻ പാടില്ലാത്തത്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ദ കോസ്റ്റ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഈസ് അവർ ലൈഫ്. നിന്റെ ജീവനെ കൊടുത്താൽ നിന്റെ ജീവനെ നേടാം. ഹല്ലേലൂയ. ദ കോസ്റ്റ്, വില, ജീവനെ നേടുവാൻ കൊടുക്കേണ്ട വില. യേശു ചോദിക്കുന്നത്, നിന്റെ ജീവനെ നീ എനിക്ക് താ, ഞാൻ നിനക്ക് ഞാൻ നേടിയ ജീവൻ നിനക്ക് തരാം. ഹല്ലേലൂയ. മത്തായി 16:26, 24, 25 ഭാഗങ്ങളാണ്. ആമേൻ. നിങ്ങൾ കേട്ടത് അങ്ങനെ തന്നെയൊന്ന് ദൈവവചനത്തിലൂടെ ഉറപ്പിക്കുക. ഗ്ലോറി ടു ഗോഡ്. അറിവില്ലാത്തൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ഇടപെടുക. ഗീവ് ആൻഡ് ഫൈൻഡ്. ഒന്ന് തരുന്നതാണ്, ഒന്ന് നാം കണ്ടെത്തുന്നതാണ്. ഈ രണ്ട് പാർട്ടിൽ യേശുവിന്റെ രൂപം കണ്ടോളണം. താഴേക്കുള്ള രൂപം യേശു നമുക്ക് തരുന്നതാണ്, മറ്റൊന്ന് നാം കണ്ടെത്തുന്നതാണ്. രണ്ട് വാക്യങ്ങളൊക്കെ അവിടെ എഴുതി കിടക്കുന്നുണ്ട്. ഇതിന് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ആമേൻ. മത്തായി 11:28, 29. 11:28 യേശു തരുന്നതാണ്, 11:29 യേശു തരുന്നതല്ല, നാം കണ്ടെത്തുന്നതാണ്. ആമേൻ. നാം കണ്ടെത്തുന്നതാണ്. യേശു അതിനെ സഹായിക്കും. നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാര്യങ്ങളെ മനസ്സിലാവും. ഒന്ന്, ഒരു ഭാഗം നിത്യജീവൻ ഗിഫ്റ്റാണ്, ദാനമാണ്. ഹല്ലേലൂയ. എന്നാൽ മറുഭാഗം നിത്യജീവൻ നാം കൊയ്യുന്നതാണ്. ഒന്ന് ദാനം, മറ്റൊന്ന് കൊയ്യുന്നു. റോമലേഖനം 6:23 ദൈവത്തിന്റെ ദാനമാണ് നിത്യജീവൻ. ഗലാത്യലേഖനം 6:8 നാം വിതച്ചതിന്റെ കൊയ്ത്താണ് നിത്യജീവൻ. മറ്റൊന്ന് യേശു തരുന്നതാണ് നിത്യജീവൻ, ഏറ്റവും ലാസ്റ്റ്. എന്നാൽ മറുഭാഗത്ത് നാം അവകാശമാക്കുന്നതാണ് നിത്യജീവൻ. 1 കൊരിന്ത്യർ 6:9 ലാസ്റ്റ്. നാം അവകാശമാക്കുന്നതാണ് നിത്യജീവൻ. സി, ഒരു ഭാഗത്ത് വളരെ സിമ്പിളാണ് നിത്യജീവൻ, മറുഭാഗത്ത് ഇടുക്ക് വാതിലൂടെ കടക്കേണ്ടതാണ് നിത്യജീവൻ. ആമേൻ. പൗലോസിന്റെ ഭാഷയിൽ അല്ല എങ്കിൽ, പൗലോസിന്റെ ഹൃദയത്തിലല്ല, നമ്മൾ പറയുന്ന പൗലോസിന്റെ ഭാഷയിൽ വേറെ സിമ്പിളാണ്. പക്ഷെ യേശുവിന്റെ ഭാഷയിൽ ഇത് വളരെ കാഠിന്യമാണ്. ആമേൻ. ഒരു വാക്യം നമുക്ക് വളരെ ഫേമസ് ആയ ഏറ്റവും മൂളി കിടക്കുന്നത് റോമാലേഖനം 10:9-10. ഹല്ലേലൂയ. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ടേക്ക് പറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടു. എന്തൊരു എളുപ്പമാ. കാരണം ഇത് ആരാ പേയ്മെന്റ് കൊടുത്തേ? യേശു ഓൾറെഡി പേയ്മെന്റ് കൊടുത്തു. നാം അത് അംഗീകരിച്ചാൽ മാത്രം മതി. ആമേൻ. വളരെ എളുപ്പം. പൗലോസ് വളരെ എളുപ്പമാക്കിയിട്ട് പോയി അല്ലേ? പക്ഷെ പൗലോസ് വളരെ എളുപ്പമാക്കിയതല്ല. ആമേൻ. മറുഭാഗങ്ങളിലും മറ്റ് ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാ. ആമേൻ. ഈ രക്ഷിക്കപ്പെടുന്ന കാര്യമായി പൗലോസ് എഴുതിയിരിക്കുന്ന മുകളില് റോമലേഖനം 10:9-10 വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു നമുക്ക്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നവരാണെന്ന്. എന്നാൽ അതിന്റെ തൊട്ട് താഴെ യേശു പറയുന്നു, അത് നോട്ട് സിമ്പിൾ. യേശു പറയുകയാണ്, ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ. നിന്റെ ജീവനെ നീ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. ഇടുക്കുവാതിലൂടെ ദൈവരാജ്യത്തിൽ കടപ്പിൻ. യേശു പറയുന്നത് ഒട്ടും സിമ്പിൾ അല്ല. അനേകർ കടക്കാൻ നോക്കും, റിസൾട്ട് കഴിയുകയില്ലാനും. ഇത് ആരാ പറയണേ? ഇത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഞങ്ങൾ അന്യ ആളുകൾക്ക് പറഞ്ഞ് കേൾക്കാനേ കാലത്ത്. കാരണം പുള്ളി പറഞ്ഞ് പെട്ടെന്ന് കയറി പോവാന്ന്. അമ്മ കുഞ്ഞെ എങ്ങോട്ട് കയറി പോവാന്നാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞ ആ വഴി എങ്ങോട്ടാ? നാശത്തിലേക്കാ. വിശാലമായ വഴിയുമുണ്ട്, വിശാലമായ വാതിലുമുണ്ട്. അത് നിന്നെ നാശത്തിലേക്കാ കൊണ്ടുപോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ ധ്യാനിക്കുക. ആമേൻ. ബൈബിൾ കോൺട്രാക്ട് ചെയ്യുകയല്ല. നമുക്ക് തോന്നുന്നു, ഓ പൗലോസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, യേശു എന്തിന് ഇത്ര കാഠിന്യമായിട്ട് പറഞ്ഞേ?
പൗലോസ് പറഞ്ഞത് രക്ഷയെ കുറിച്ചുള്ള കാര്യമാ, യേശു പറഞ്ഞത് ദൈവരാജ്യത്തിൽ കിടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ആമേൻ. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പൈസ ഒന്നും മുടക്കണ്ട, യേശു ഓൾറെഡി വില മുടക്കി കഴിഞ്ഞു. ഇനി അംഗീകരിച്ചാൽ മാത്രം മതി. ആമേൻ. പക്ഷെ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ സ്ട്രൈവ് ടു എൻറ്റർ ത്രൂ ദ നാരോ ഡോർ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. എന്താണ് പോരാട്ടം എന്ന് ദൈവഹിതമെങ്കിൽ അടുത്ത സെക്ഷനിൽ അല്പമായിട്ട് പറയും. ഗ്ലോറി. ജീസസ് ഗീവ് us salvation, ഫാദർ ഗീവ് us kingdom. യേശു നമുക്ക് രക്ഷ തരുന്നു, പിതാവ് നമുക്ക് രാജ്യം തരുന്നു. ഗ്ലോറി. നിങ്ങൾക്ക് രണ്ട് സന്ദേശങ്ങളെ കാണാം. ഒന്ന് വേൾഡ്ലി ലൈഫ്, ഒന്ന് കിങ്ഡം ലൈഫ്. രണ്ട് ലൈഫാണ്. യേശുവിന്റെ ഒരു കൈ വേൾഡ്ലി ലൈഫ് നിന്ന് ലോകത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നു, മറ്റൊന്ന് കിങ്ഡത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. രണ്ട് ഡയറക്ഷനിലാണ്. ഗ്ലോറി. ഇനി വെൽക്കം മെസ്സേജ്. നമ്മൾ ലോകത്ത് പോയി പറയേണ്ട ഏത് മെസ്സേജാ? വെൽക്കം മെസ്സേജ്. വെൽക്കം മെസ്സേജ് ഓഫ് ദ കിങ്ഡം. ആമേൻ. വെൽക്കം മെസ്സേജ് ഓഫ് ദ കിങ്ഡത്തിൽ യേശുവിനെ കൂടാതെ ഒരു വെൽക്കം മെസ്സേജ് ഇല്ല. ആമേൻ. ചത്തതിന് ജീവൻ വേണമെങ്കിൽ ആദ്യം യേശുവിന് ജീവൻ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ലോകത്ത് പോയി വെൽക്കം മെസ്സേജ് അറിയിക്കണം. സകല സൃഷ്ടിയോട് സുവിശേഷത്തിന്റെ എൻട്രൻസ് പാർട്ട് നമ്മൾ അറിയിക്കണം. ആമേൻ. അവിടെയാണ് യേശുവിനെ നാം ഉയർത്തുന്നത്, യേശുവിനെ നാം അറിയിക്കുന്നത്. യേശു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് നീ ഇനി മരിച്ച അവസ്ഥയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഇറങ്ങി വാ. മനസ്സിലായോ? ചത്ത് കിടന്നതിന് ജീവൻ കിട്ടി. ആമേൻ. അങ്ങനെ ജീവൻ കിട്ടണവനാണ് അടുത്ത എന്ത് വേണ്ടത്? കിങ്ഡം. ഹല്ലേലൂയ. അവനാണ് കിങ്ഡം വേണ്ടത്. ഗ്ലോറി. അവരെ യേശു അങ്ങോട്ട് നടത്തുന്നു, ദൈവരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക്. അവൻ ജീവനിൽ കടക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. സഭയിൽ വന്നാൽ പിന്നെ അവർക്ക് എന്നാ വേണ്ടേ? ഇനി വേണ്ടത് അവർക്ക് വെൽക്കം മെസ്സേജ് അല്ല, അവർ ഓൾറെഡി അകത്ത് വന്നു. ഇനി അവർക്ക് എന്നാ വേണ്ടേ? കിങ്ഡം മെസ്സേജ്, പ്രോസസ് മെസ്സേജ്. അവരെ പ്രോസസ് ചെയ്യണം. ആമേൻ. ഒരു മീനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് നടക്കളെ കയറ്റിയാൽ പിന്നെ എന്താ ചെയ്യണേ? വെള്ളത്തിലിട്ട് കളിപ്പിക്കുക. പക്ഷെ ഇന്നെന്താ ചെയ്തോണ്ടിരിക്കണേ? വെള്ളത്തിലിട്ട് കളിപ്പിക്കുക അല്ല. ആ മീൻ നന്നായിട്ട് വെട്ടി നുറുക്കി അതിന്റെ ചെതമ്പലെല്ലാം കളഞ്ഞ് അതിനെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റണം. അതിനെന്ത് വേണം? കത്തി വേണം. ഹല്ലേലൂയ. കത്തി വേണം. ആമേൻ. ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും അപ്പോസ്തല പ്രവൃത്തികൾ എന്ന കത്തിയെടുക്കണം. എന്നിട്ട് നന്നായി വെട്ടി ഒരുക്കണം. വലിയ ദാഹത്തോടെ ദൈവത്തിന്റെ ആത്മാവേ എന്നെ തൊടയണം. ഇതിപ്പോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമാകും. ആമേൻ. നിങ്ങളുടെ അകത്ത് സ്വതന്ത്രമാകും. ഇങ്ങനെ സ്വതന്ത്രമാകുന്നത് നിത്യമാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കുക. ആമേൻ. ആരാധിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അതൊക്കെ ഭൗതിക തലത്തിൽ കാണാൻ പറ്റും. എന്നാൽ വചനം കേൾക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അത് അകത്ത് കാണാൻ പറ്റും. നമ്മുടെ അകത്ത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. ഇപ്പോൾ ന്യായപ്രമാണം കാര്യം ക്ലിയർ ആയില്ലേ? അത്ഭുതങ്ങളുടെ കാര്യം ക്ലിയർ ആയില്ലേ? ഇതിപ്പോ കുറെ ഭാഗത്ത് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതാ കണ്ട അകത്തും. ആമേൻ. ഇനി സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എങ്ങനെയാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് അത് അന്വേഷിക്കുന്നത്? ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത്? ആമേൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കും. ദൈവാത്മാവിന്റെ വലിയൊരു സ്പർശനം എന്നെ തൊടുവാൻ. അകത്തും ദൈവാത്മാവ് വേണം, പുറത്തും ദൈവാത്മാവ് വേണം. കാരണം ഇന്ന് ഭൂമിയിലെ ദൈവരാജ്യം ഫർണിഷ് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവുമായി നല്ലൊരു ബന്ധം വേണം. തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്ത സെക്ഷനിൽ. അപ്പോൾ ശ്രദ്ധയോടുകൂടെ. ഞാൻ കണ്ടിട്ടുണ്ട് ചില സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് തൊടുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് ഈ വെള്ളച്ചാട്ടം പോലെ ചാടി പോകുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ ചിലതിനെ കണ്ടിട്ടുണ്ട് എന്ത് തൊട്ടാലും മരക്കട്ടയില് അല്ലെങ്കിൽ കരിങ്കല്ലിൽ തൊട്ടതുപോലെ ഒരനക്കം ഉണ്ടാകത്തില്ല. ആമേൻ. ഇത് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരുങ്ങുക. ദൈവം എപ്പോഴും നോക്കുന്ന അകമാണ്, പുറത്ത് കാണുന്ന കാഴ്ചയല്ല. ഇന്ന് നമ്മുടെ ന്യായപ്രമാണം അകത്താ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിലെ കണ്ണുകളെ അടയ്ക്കാം. എന്താണ് ന്യായപ്രമാണത്തിന്റെ പർപ്പസ്?
എന്താണ് അത്ഭുതങ്ങളുടെ പർപ്പസ്? ഒരു ഭാഗത്ത് നിത്യജീവൻ ദാനം, മറുഭാഗത്ത് നിത്യജീവൻ നാം വിതച്ചതിന്റെ ഫലം. ഒരു ഭാഗത്ത് യേശു ജീവൻ തരുന്നു, മറുഭാഗത്ത് യേശു സമൃദ്ധമായ ജീവൻ തരുന്നു. ഒരു ഭാഗത്ത് യേശു നമുക്ക് രക്ഷ തരുന്നു, മറുഭാഗത്ത് പിതാവ് നമുക്ക് രാജ്യം തരുന്നു. വിലയില്ല എന്ന് പറയുന്ന നാട്ടിൽ, എല്ലാ സൗജന്യം എന്ന് പറയുന്ന നാട്ടിൽ യേശു തിരുവചനത്തിലൂടെ നമ്മളോട് വില ചോദിക്കുന്നു. നിന്റെ ജീവന് പകരം നീ എന്ത് തരും? യേശു ചോദിക്കുന്ന വില ജീവന് പകരം ജീവൻ. നിന്റെ ജീവനെ നീ എനിക്കായി തന്നാൽ നീ അതിനെ നേടും. അല്ല, നിന്റെ ജീവനെ നീ ഉപയോഗിച്ചാൽ നീ അതിനെ കളയും. നാം ലോകത്തിൽ അത് കേട്ടില്ല എന്ന് വെച്ച് കുഞ്ഞേ തിരുവചന പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിനെന്ന് പറഞ്ഞ യേശുവിന്റെ സ്വരം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ അതിനായി ഒരുങ്ങാം. ഈ ലോകത്തിലെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതല്ല. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ മരിച്ചു, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല, ഇനി എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എനിക്കിനി ജീവിക്കുന്നത് ക്രിസ്തുവാ. അതുകൊണ്ട് എൻ്റെ മരണം എനിക്കൊരു ലാഭവുമാണ്. ഒരു തീരുമാനത്തോടെ, കർത്താവേ, ഞാൻ കേട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഇതനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിനാൽ മരണത്തെ ജയിച്ചവരാണ്, മരണമില്ലാത്തവരാണ്. ഹല്ലേലൂയ. ഇനി മരിക്കുന്ന ലോകത്തിലേക്ക് വേണ്ടിയല്ല അന്വേഷിക്കേണ്ടത്, അവസാനമില്ലാത്ത രാജ്യത്തിന് വേണ്ടി അന്വേഷിക്കേണ്ടത്. ഇത് ആരുടെ അഡ്വൈസാണെന്നറിയോ? ആര് നമ്മളെ മരണമില്ലാത്തവനാക്കിയോ ആ യേശുവിന്റെ അഡ്വൈസാ. ആമേൻ. ആ യേശുവിന്റെ ഉപദേശമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ലോകക്കാരല്ല. ലോകത്തിലുള്ളവർ ഈ ലോകത്തുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ആമേൻ. നിങ്ങൾ ഈ ലോകക്കാരല്ല, നിങ്ങൾ ഇനി മരിച്ചാലും ജീവിക്കുന്ന ഇനമാണ്. ആമേൻ. മരിച്ചാലും ജീവിക്കുന്ന ഇനമാ. അതുകൊണ്ട് നിങ്ങൾ വസിക്കാൻ പോകുന്ന ദൈവരാജ്യം അന്വേഷിപ്പീൻ. ഗ്ലോറി. ഈ ഭൂമിയിലെ തലത്തിൽ നിന്ന് ഉയർന്നോ? ഈ ഭൂമിയിലെ തലത്തിൽ നിന്ന് ഉയർന്നോ? നിങ്ങൾ അകത്തുയർന്നോ? അകത്തുയർന്നവർക്ക് വേണ്ടിയായി ലാസ്റ്റ് ക്ലാസ്. അകത്തുയർന്നവർക്ക് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇനി ഇവിടെ കിട്ടും എന്നല്ല പറയണേ, അവിടെ കിട്ടും. കർത്താവ് പറയുന്നത് ഭൂമിയിലല്ല, ഉയരത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിപ്പീൻ. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇവിടെ ശേഖരിക്കാനല്ല, അവിടെ ശേഖരിക്കാൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം പിതാവ് ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. ഗ്ലോറി. പക്ഷെ അവിടെ വേണമെങ്കിൽ നമ്മൾ ഒരുക്കണം. മനസ്സിലായോ? അവിടെ വേണമെങ്കിൽ ഒരുക്കണം. ഗ്ലോറി. അതുകൊണ്ട് കർത്താവ് അഡ്വൈസ് പറയുന്നത് ഇനി ഭൂമിയിലല്ല, ഉയരത്തിൽ ശേഖരിപ്പീൻ. ഗ്ലോറി. ഹല്ലേലൂയ. പക്ഷെ ഒരു കുഞ്ഞുങ്ങളെ ഒരു കാര്യം, നമ്മുടെ ഭൂമിയിലെ മനസ്സുകൊണ്ട് അവിടെ ഒന്നും ശേഖരിക്കാൻ പറ്റത്തില്ല. ഭൂമിയിലെ മനസ്സുകൊണ്ട് അവിടെ ഒന്നും ശേഖരിക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ എപ്പോഴും നമുക്ക് താല്പര്യം ഫ്രീ കിട്ടിയാല അല്ലേ? എന്ത് ഫ്രീ കിട്ടുന്നതിന് നമുക്ക് വലിയ താല്പര്യമല്ലേ? അതുകൊണ്ട് കർത്താവ് തന്നെ, ദൈവരാജ്യം ഒന്നും ഫ്രീ ഇല്ല, വില കൊടുക്കണം. അതുകൊണ്ട് കർത്താവ് തന്നെ വിലയങ്ങ് കൊടുത്തിട്ട് നമുക്കൊരു കാര്യം ഫ്രീ അങ്ങ് തന്നു. ആമേൻ. പക്ഷെ ബാക്കി എല്ലാത്തിനും വില കൊടുക്കണം. ബാക്കി എന്തിനും വില കൊടുക്കണം. സാൽവേഷൻ ഫ്രീ എന്നുള്ളതല്ല, സാൽവേഷൻ വിലയുണ്ട്, പക്ഷെ യേശു കൊടുത്തു. പക്ഷെ ബാക്കി എന്തിനും വില കൊടുക്കണം. വിലയില്ലാതെ ഒരു പരിപാടിയില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആ ഫ്രീ മൈൻഡ് അങ്ങ് മാറ്റണം. ലോകത്തിലെ ആളുകളെ വിലഹീനത കണ്ട് മനസ്സിലാക്കിയതാണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. ആമേൻ. ഒരു മിൽക്ക് പൗഡറിന്റെ കൂടെ ഒരു ചീപ്പ് ഫ്രീ കണ്ടിട്ടില്ലേ? ആമേൻ. അങ്ങനെ ചെയ്ത സഹോദരന്മാരുടെ സംസാരം എന്തായിരിക്കും വീട്ടിലെന്ന്? ബ്രദറെ, അവിടെ നിന്ന് എടുക്കണ്ട, ഇവിടെ നിന്ന് എടുത്താൽ മതി, അവിടെ ചീപ്പ് ഫ്രീ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കേട്ടാലേ പോകൂ. ഗ്ലോറി. പക്ഷെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഒന്നും ഫ്രീ ഇല്ല, എല്ലാം വിലയാ. ഓ, എന്താ യേശു ഇങ്ങനെ തുടങ്ങണേ? ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ മാറ്റിക്കൊള്ളണം. ഇനി ഒന്നും ഫ്രീ ഇല്ല. ഇനി ഒന്നും ഫ്രീ ഇല്ല. ഇതുവരെ ഫ്രീ എന്ന് കേട്ട് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായി ഒന്നും ഫ്രീ ഇല്ല. ഹല്ലേലൂയ. ഇത് എന്റെ അഭിപ്രായമല്ല,
നമ്മളെ ആരും മരണമില്ലാത്തവനാക്കിയോ യേശുവിന്റെ അഭിപ്രായം ഒന്നും പ്രിയില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ചിലതൊക്കെ നേടാൻ ശ്രമിക്കാം നമുക്ക്. ആമേൻ. അതിന് വില കൊടുക്കണം. വില കൊടുക്കാതെ ഒന്നും പറ്റത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. യേശു ഇതെല്ലാം വാങ്ങിയത് എങ്ങനെയാ സഹോദരങ്ങളെ? ആ വയലിങ്ങ വാങ്ങി. എങ്ങനെയാ വയല് തന്നെ വാങ്ങിയേ? ദൈവത്തിന്റെ വചനം പറയുക, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് തുല്യമാ. അതൊരു മനുഷ്യൻ കണ്ടിട്ടത് മറച്ചിട്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തറിയാമോ? പോയി തനിക്കുള്ളതെല്ലാം അങ്ങ് വിറ്റു. അവൻ തനിക്കുള്ള സകലതും വിറ്റിട്ട് വയലിങ്ങ വാങ്ങി. ആമേ, പറഞ്ഞേ വില കൊടുക്കണമെന്ന് പറഞ്ഞേ. വില കൊടുക്കണം. വില കൊടുക്കാതെ ഒന്നും പറ്റത്തില്ല. ആമേ, ഹല്ലേലൂയ. ഇനി തൊട്ട് താഴെ നമ്മളെ കുറിച്ച് പറയുക, അല്ല ദൈവരാജ്യം കണ്ടവരെ കുറിച്ച്, സ്വർഗരാജ്യം കണ്ടവരെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലാക്കിയവരെ കുറിച്ച്. അതിന്റെ 13:45 വാക്യത്തിൽ പറയുകയാണ് കണ്ടവരെ കുറിച്ച്. അവര് ഒരു രത്നവ്യാപാരിയോട്, മുത്തു വ്യാപാരിയോടാണ് ഉപമിക്കുന്നത്. ആ മുത്തു വ്യാപാരി, മുത്തു വ്യാപാരിയുടെ കയ്യിൽ എന്തുണ്ടാകും? സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ എന്തുണ്ടാകും? സ്വർണ്ണം ഉണ്ടാകും. അപ്പൊ മുത്തു വ്യാപാരിയുടെ കയ്യിൽ എന്തുണ്ട്? മുത്തുണ്ട്. അപ്പൊ ധാരാളം മുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ വ്യാപാരം ചെയ്യുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം ഒരു മുത്ത് കണ്ടു, ഒരൊറ്റ മുത്ത്. ആ മുത്തിന്റെ പേരെന്താണെന്നറിയാമോ? ആമേൻ. ഒരൊറ്റ മുത്ത് കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ മുത്തുണ്ടേ, താൽക്കാലിക മുത്തുകൾ കുറെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലും ഉണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. ഒരല്പം വിയർപ്പ്, ഒരല്പം പണം, ഒരല്പം സ്വാധീനം. ആമേൻ, ഹല്ലേലൂയ. സംസാരിക്കാനുള്ള ശേഷി, നടക്കാനുള്ള ശേഷി, അല്പം വാഹന സൗകര്യങ്ങൾ. ആമേൻ, ദൈവം തന്ന കുറെയൊക്കെ ഇവിടെ ഉണ്ട്. ആമേൻ, ഇതൊക്കെ താൽക്കാലികമേ ഉള്ളൂ. 20 വർഷം, 30 വർഷം, 10 വർഷത്തേക്കുള്ള കുറച്ചൊക്കെ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഈ കയ്യെ കുറച്ച് വർഷം കൂടി ഉള്ളൂ അല്ലേ? ഇത് കഴിഞ്ഞാൽ മണ്ണിലേക്ക് പോകും. അങ്ങനെ കുറച്ച് താൽക്കാലിക മുത്തുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹം അറിയാമോ? അതെല്ലാം കൊണ്ടുവന്ന് വിറ്റു, ട്രേഡ് ചെയ്തു. തന്റെ കയ്യിലുള്ള സകല മുത്തും വിറ്റിട്ട് ആ ഒരൊറ്റ മുത്ത് ഇങ്ങ വാങ്ങി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ, സ്വർഗരാജ്യം നേടേണ്ടതാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ? നേടേണ്ടതാ സ്വർഗരാജ്യം. തരുന്നതാണെങ്കിൽ പോലും ദൈവം തന്നില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ സ്വർഗരാജ്യം എന്താ? നേടേണ്ടതാ. ആമേൻ. അതിനൊരു വില കൊടുക്കണം. പറഞ്ഞേ, അതിനൊരു വില കൊടുക്കണം. അതിനൊരു വില കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രീയാണോ? ഫ്രീയാണോ? വില കൊടുക്കണം. ഇനി സ്വർഗരാജ്യത്തിന്റെ ഉള്ളിൽ ഏതൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അതിനൊക്കെ വില കൊടുക്കണം. അതുകൊണ്ട് ഫ്രീ കൺസെപ്റ്റ് അങ്ങ് വിടുക. ഹല്ലേലൂയ. ഇനി ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി ഇത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയാണ്. ആമേൻ. ശ്രദ്ധിച്ചേ പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിന്റെ രൂപം നിങ്ങൾ മറക്കരുത്. ഒരു കൈ ലോകത്തിലേക്ക്, ഒരു കൈ കിങ്ഡത്തിലേക്ക്, തന്റെ പിതാവിന്റെ അടുക്കലേക്ക്. നമ്മളുടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരുടെയും ഒരു ശുശ്രൂഷ കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു. യേശു രക്ഷിതാവായി സ്വീകരിച്ചു. നിങ്ങളെല്ലാം യേശുവിന്റെ മനസ്സിലെത്തി. ആമേൻ. ഇനി യേശുവിലൂടെ നിങ്ങൾ പിതാവിലെത്തണം. യേശുവാകുന്ന വഴിയിലൂടെ. ആമേൻ. യേശുവാകുന്ന വഴിയിലൂടെ പിതാവിലെത്തുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചിന്തകളോട്, യേശുവിന്റെ ഹൃദയത്തോട് നിങ്ങൾ ഏകീഭവിക്കണം. ആമേൻ. യേശുവിന്റെ കാഴ്ചപ്പാടായിരിക്കണം ഇനി നമ്മുടെ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണമെങ്കിൽ ചില ഇടുങ്ങിയ വഴികളിലൂടെ കയറിയാലേ പറ്റും. കാരണം നമ്മുടെ കാഴ്ചപ്പാട് വേറെ, യേശുവിന്റെ കാഴ്ചപ്പാട് വേറെ. ഹല്ലേലൂയ. യേശു ദൈവരാജ്യം അന്വേഷിക്കുക. ഇതാണ് മകനെ നിന്റെ വിഷൻ, ഇതാണ് നിന്റെ ദർശനം, ലോകമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും അറിവുള്ളവരും കഴിവുള്ളവരും ഉണ്ടായിട്ട് ഇത് മനസ്സിലായില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഇതിന്റെ കാരണം എന്നാണെന്നറിയാമോ? മാരുതിയുടെ ഷോറൂമില്
സ്വിഫ്റ്റ് വണ്ടി എത്ര നാള് കിടന്നാലും എത്ര നാള് നമ്മളതിനെ കണ്ടാലും നമുക്ക് ഓടിക്കാൻ കിട്ടത്തില്ല. കാരണം പൈസ വില കൊടുക്കണം. ആമേൻ. ബൈബിളിൽ എന്തൊക്കെ ഇരുന്നാലും ആമേൻ, സാൽവേഷനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഫ്രീയാ. ആമേൻ. എന്നാൽ കിങ്ഡത്തെ കുറിച്ചുള്ള പാട്ട് കുഞ്ഞേ ഞാൻ നിങ്ങളെ കാണണമെങ്കിൽ വില കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ലവോദോക്യ സഭയോട് പറയുന്നൊരു രംഗമുണ്ട്. ആമേൻ. ലവോദോക്യ സഭയോട് പറയുന്ന രംഗമുണ്ട്. നിനക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. യേശു രക്തത്താൽ കഴുകപ്പെട്ടു, വീണ്ടെടുത്തു, ഇന്ന് നീ സമ്പന്നനാ, നിനക്ക് നല്ല കാഴ്ചയുണ്ട്, നീ ദരിദ്രനൊന്നും അല്ല. പക്ഷെ ഞാൻ നിന്നെ ഒന്ന് ബുദ്ധി ഉപദേശിക്കട്ടെ, ഞാൻ നിന്നെ ഒന്ന് ബുദ്ധി ഉപദേശിക്കട്ടെ. ഒരു കച്ചവടം നടത്താൻ കുറച്ച് വില ഇങ്ങ തന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ബുദ്ധി ഉപദേശിക്കട്ടെ. കിങ്ഡത്തിലെ ദൈവരാജ്യത്തിലെ ചില കാര്യങ്ങളൊക്കെ നീ ഒന്ന് വാങ്ങിക്കാൻ ബുദ്ധി ഉപദേശിക്കട്ടെ. എന്നൊരു നാടക രൂപത്തിലും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേറത്തില്ല അകത്തേക്ക്. കർത്താവ് ഇവിടെ പറയുന്ന ഒരു വില ഇങ്ങ തന്നാൽ ഞാൻ ചിലതൊക്കെ ദൈവരാജ്യത്തിൽ അങ്ങോട്ട് തരാം. ആമേൻ. ഹല്ലേലൂയ. ദൈവരാജ്യം അവകാശമാക്കാനുള്ള വില എന്താ? ജീവനെ നേടാനുള്ള വില എന്താ? ജീവനെ നേടാനുള്ള വില എന്താ? ഒന്നൊരു ഉറക്കം പറ. ജീവൻ നേടാനുള്ള വില എന്താ? ഇനി ലോകത്ത് പോയി പറയാമോ? അത് പേടിയാണോ? എത്ര പേർക്ക് പേടിയുണ്ട്? അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ സഹോദരങ്ങളെ. 32,000 പേര് യുദ്ധത്തിന് ഇറങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് പേടിയുള്ളവരുടെ കൈപ്പൊക്കാനാ. ഏമേ, ഗിദിയോന്റെ കൂടെ മിദ്യാന്യർക്ക് യുദ്ധത്തിന് ഇറങ്ങിയ കാര്യമാണ് പറഞ്ഞേ. വിളിക്കപ്പെട്ട 32,000 യുദ്ധത്തിന്. ഹല്ലേലൂയ. ആദ്യം തന്നെ 22,000 പോയി. ഹല്ലേലൂയ, ഗ്ലോറി. അതിനുശേഷം പിന്നെ എത്ര പേരുണ്ട്? 10 അല്ലേ? തുടർന്ന് എന്ത് സംഭവിച്ചു? ദൈവം ഗിദിയോനോട് പറഞ്ഞു, ഇനി നീ മാറി നിൽക്ക, ഇനി ഞാൻ സെലക്ട് ചെയ്യാം. എല്ലാവരെയും വെള്ളം കുടിക്കാൻ വിട്ടു. ഇവരെന്തിനിറങ്ങിയതാ? യുദ്ധത്തിനിറങ്ങിയതാ. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചോ വീട്ടിൽ പോയി. ആമേൻ. യുദ്ധത്തിനിറങ്ങിയതാ. വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. വെള്ളം കണ്ടപ്പോ വാളുണ്ട്, യുദ്ധത്തിനായി വില്ലുണ്ട്, അവനാഴിയിൽ വില്ല് അമ്പും ഒക്കെ ഉണ്ട്. വെള്ളം കണ്ടപ്പോ നേരെ കുനിഞ്ഞു, നേരെ നോട്ടം മുഴുവൻ എങ്ങോട്ടാ? ഇവരെന്തിനാ ഇറങ്ങിയേ? യുദ്ധം ചെയ്യാനാ ഇറങ്ങിയേ. പക്ഷെ നോട്ടം മുഴുവൻ എങ്ങോട്ടാ? ഈ ലോകത്തിന്റെ വെള്ളവും ലോകത്തിന്റെ അപ്പവും ലോകത്തിന്റെ പണവും കാണുമ്പോ കുഞ്ഞെ നിന്റെ ദർശനം മാറിയാൽ നിന്നെ യുദ്ധത്തിന് കൊള്ളത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ, ഗ്ലോറി. ദൈവം കുഞ്ഞെ നിന്റെ അകത്തൊരു ദർശനം തന്നിട്ടുണ്ടോ? നീ കേട്ടത് പോയി പറയണം. ഇത് കേൾക്കാത്ത ലോകമാ. ഫ്രീ കിട്ടും എന്ന് പഠിപ്പിച്ചിട്ട് ലോകത്ത് നീ പോയി പറയണോ? കുഞ്ഞെ, യേശു ഒരു വില ചോദിക്കുന്നു. ജീവന് പകരം ജീവൻ. നിന്റെ ജീവനെ നേടണമെങ്കിൽ അതിന്റെ വിലയാ ജീവൻ. ആമേൻ. ഹല്ലേലൂയ. അല്ല, ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അന്നമ്മേനെയും ചിന്നമ്മേനെയും ജോസഫിനെയും ശങ്കരനെയൊക്കെ കാണുമ്പോൾ പേടിച്ച്, നോ, നീ യുദ്ധത്തിന് കൊള്ളത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അതിൽ ഒരു കൂട്ടർ എന്ത് ചെയ്തു? അവർ വെള്ളം കുടിച്ചോ? വെള്ളം കുടിക്കണം. അവരെന്ത് ചെയ്തു? വെള്ളം കുടിക്കുന്നുണ്ട്. ദർശനം മാറുന്നുണ്ടോ? മാറുന്നില്ല. ഹല്ലേലൂയ. അതൊരു 300 പേരേ ഉള്ളൂ. ദൈവം പറഞ്ഞു, ഈ വമ്പിച്ച ജനാവലി വിട്ടുപോട്ടെ, എനിക്ക് 300 പേരെ മതി. ഹല്ലേലൂയ, ഗ്ലോറി. എനിക്ക് മെഗേന വേണ്ട, എനിക്ക് ചുരുക്കത്തെ മതി.
ചെറുതിനെ മതി, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താൽ